നസ്രായനീശോ ഉയർത്തെഴുന്നേറ്റു, ഹല്ലേലൂയ പാടാം. നസ്രായനീശോ ഉയർത്തെഴുന്നേറ്റു, ഹല്ലേലൂയ പാടാം. മോക്ഷപ്രകാശമായി മിശിഹായുയർത്തപ്പോൾ മോചന സംഗീതം വാനിലും കേട്ടല്ലോ. കല്ലറയിൽ തിരയരുതേ, ഉയർത്തെഴുന്നേറ്റവനേ, യേശുവിൻ്റെ ഏറ്റവും പ്രിയമുള്ള കുഞ്ഞെ, 2024 സുന്ദരമായ ഈസ്റ്ററിൻ്റെ ആശംസകൾ പരസ്പരം നമുക്ക് നേരാം. ദൈവം എമ്മാനുവേൽ നമ്മുടെ കൂടെ. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. യോഹന്നാൻ്റെ സുവിശേഷം 20-ാം അധ്യായം 1-ാം വാക്യം. ആഴ്ചയുടെ 1-ാം ദിവസം അതിരാവിലെ ഇരുട്ടായിരിക്കുമ്പോൾ തന്നെ മഗ്ദലന മറിയം ശവകുടീരത്തിൻ്റെ അടുത്തേക്ക് വന്നു. ആർക്കാണ് ഈസ്റ്റർ ഉള്ളത്? ആർക്കാണ് ഉയർപ്പുള്ളത്? ഉയർപ്പ് ആർക്കാണ് അവകാശമായി കിട്ടുന്നത്? ഈ ചോദ്യത്തിൻ്റെ എല്ലാ ഉത്തരവ് ഇതിനകത്തുണ്ട്. അതിരാവിലെ ഇരുട്ടായിരിക്കുമ്പോൾ തന്നെ ശവകുടീരത്തിൻ്റെ അടുത്തേക്ക് വന്നവൾ. എല്ലാം നെഗറ്റീവാണ്, എല്ലാം ഭാരമാണ്. അതിരാവിലെ വളരെ വെളുപ്പിനെ തണുപ്പത്ത് ഇരുട്ടായിരിക്കുമ്പോൾ തന്നെ പുലർച്ചെ വെളിച്ചം കണ്ടിട്ടില്ല. പക്ഷേ ശവകുടീരത്തിൻ്റെ അടുത്ത് എല്ലാം നെഗറ്റിവിറ്റി. ഒരു വിധത്തിൽ അതിരാവിലെ വെളുപ്പാങ്കാലത്ത് ഇരുട്ടായിരിക്കുമ്പോൾ തന്നെ ശവകുടീരത്തിങ്കൽ. എന്നാൽ ഈ നെഗറ്റിവിറ്റിയൊക്കെ തോൽപ്പിക്കത്തക്ക വിധം ദൈവത്തെ നോക്കുകയും ഗുരുവിനെ കാണാൻ ആഗ്രഹിക്കുകയും എനിക്ക് റബ്ബി നിന്നെ കാണണമെന്ന് കൊതി വരികയും ചെയ്യുമ്പം കല്ല് ഉരുണ്ട് മാറുകയാണ്. അവൾ വന്നപ്പോൾ കല്ലുരുണ്ട് മാറിയിരിക്കുന്നത് കാണുകയാണ്. ഉദ്ധാനം ഒരു അവകാശമാണ്. അതിരാവിലെ മഞ്ഞത്ത് ഇരുട്ടായിരിക്കുമ്പോൾ ഒന്നും ആശിക്കാനും ഉണരാനും പറ്റാത്തപ്പോൾ, ഒരു സുഖമില്ലാത്തപ്പോൾ, ഒരു സന്തോഷമില്ലാത്തപ്പോഴും ശവകുടീരത്തിൻ്റെ അടുത്ത് നിന്ന് പരുങ്ങുമ്പോഴും മടുക്കുമ്പോഴും ഒരു കല്ല് മാറും എന്ന അവകാശം പറയുന്നവൻ്റെ മുമ്പിൽ കല്ല് മാറും. നമ്മെ പുറകോട്ട് വലിച്ച് നശിപ്പിക്കുന്ന ഒരുപാട് നെഗറ്റിവിറ്റികളുണ്ട്. അതിരാവിലത്തെ തണുപ്പ്, ചുറ്റുപാടുമുള്ള ഇരുട്ട്, ശവകുടീരങ്ങൾ, മടുപ്പ്. പക്ഷേ അവിടെയും കല്ലുരുണ്ട് മാറുമെന്ന് അവകാശം പറയുന്നവൻ്റെ മുമ്പിൽ കല്ലുരുണ്ട് മാറും. നിങ്ങൾക്കൊരു കല്ലുരുളാൻ നിങ്ങളുടെ നെഞ്ചത്തിരിപ്പില്ലേ, ചങ്കത്തിരിപ്പില്ലേ? അത് ഉരുണ്ട് മാറുക തന്നെ ചെയ്യും. അതാണ് ഉത്ഥാനം നമുക്ക്. ആമേൻ. ആഴ്ചയുടെ ആദ്യ ദിനം അതിരാവിലെ ആ തണുവിൽ ഇരുളായിരിക്കെ അവളോടി കർത്താവിൻ കബറിൽ വന്നു. കർത്താവിൻ കബറിൽ വന്നു, കല്ലൂരുണ്ടു മാറിയത് കണ്ടു. ആമേൻ, ആമേൻ.